ഹായ് ഓൾ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CMS ഇതിലേക്ക് വരിക. നിങ്ങൾ ഈ ഈ ഒരു പേജിലേക്ക് ഓൾറെഡി വന്നിട്ടുണ്ടാവും. സൈറ്റിൽ SNG കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നേരെ ഈ ലോഗിനിലേക്ക് വരാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിൽ സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കുന്നുണ്ടാവും. രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാവും, 2020 CSE 001 അല്ലെങ്കിൽ 23, ഇലക്ട്രിക്കലാണെങ്കിൽ EE00. നിങ്ങൾക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത് ഡേറ്റ് ഓഫ് ബർത്താണ് പാസ്വേഡ് കൊടുക്കേണ്ടത്. DDMMYYYY, അതായത് 11-2000 ആണെങ്കിൽ 01012000, അതായത് സെപ്പറേറ്റേഴ്സ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എറർ കാണിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ എന്താണോ അന്ന് എൻ്റർ ചെയ്തത് അത് തന്നെ കൊടുക്കേണ്ടി വരും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഫോമാറ്റിൽ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വരും. ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൽ നിങ്ങൾ തന്നിട്ടുള്ള ഫോട്ടോയും സിഗ്നേച്ചറും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും ക്വാളിറ്റി നിങ്ങൾ തന്നെ നോക്കിക്കോളുക. ചിലർ എത്ര പറഞ്ഞാലും സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുക്കാണ്ട് അവിടെ വീട്ടിലുള്ള ഫോട്ടോ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും അത്. അപ്പോൾ നിങ്ങളത് നോക്കുക. പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞു. നിങ്ങളാണ് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ വരാൻ പോകുന്ന ഫോട്ടോ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും താല്പര്യം അതിലുള്ളൂവെങ്കിൽ, ഫോട്ടോയിലോ സൈനിലോ ഒക്കെ അത്രയും താല്പര്യം ഉള്ളൂവെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ ആണെങ്കിൽ മാത്രമേ നല്ല വൃത്തിക്കുള്ള ഫോട്ടോ സർട്ടിഫിക്കറ്റിൽ വരുള്ളൂ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ ആദ്യം പറഞ്ഞാണ്. അപ്പോൾ എന്താണോ നിങ്ങൾ തന്നത് അതേപോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങളുടെ തന്നെയാണെന്ന് ഉറപ്പിക്കുക. നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് അതേപോലെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, ഫോൺ നമ്പർ, ആധാർ നമ്പർ എല്ലാം ഫുൾ ചെക്ക് ചെയ്യുക. ഏതെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ എത്രയും വേഗം അറിയിക്കുക. അതേപോലെ SSLC ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്യണം. അതിൽ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാനുണ്ടാവും. മന്ത് ആൻഡ് ഇയർ ഓഫ് മന്ത് ഓഫ് പാസ്, ഏത് മാസം പാസ്സായതാണ്. ഇത് SSLC സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും ഏത് മന്തിലാണ് പാസ്സായിരിക്കുന്നത് എന്നുള്ളത്, ഇയർ ഓഫ് പാസ് ഏതാണെന്നും. പിന്നെ ബോർഡ് ഓഫ് സ്റ്റഡി അത് കേരള എന്ന് ചൂസ് ചെയ്യാം. എന്നിട്ട് സേവ് കൊടുക്കുക. അതേപോലെ +2 ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട്. അഡീഷണലായിട്ട് കുറച്ച് ഡീറ്റെയിൽസും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. രജിസ്റ്റർ നമ്പർ കൊടുക്കുക. +2ൻ്റെ രജിസ്റ്റർ നമ്പർ മാർക്ക് ഷീറ്റിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. ആ രജിസ്റ്റർ നമ്പർ അതേപോലെ എൻ്റർ ചെയ്യുക. ഇംഗ്ലീഷിൻ്റെ മാർക്ക് എത്രയാണോ കിട്ടിയത് അത് എൻ്റർ ചെയ്യുക ഔട്ട് ഓഫ് 200. പിന്നെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് SSLCയിലെ പോലെ തന്നെ ഇതിനും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഇയർ ഓഫ് പാസും ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞാൽ എൻട്രൻസിൻ്റെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യാനുണ്ടാവും. എൻട്രൻസിൻ്റെ എൻട്രൻസ് ടൈപ്പ് ഏതാണെന്നുള്ളത് നിങ്ങൾ ആദ്യം എൻ്റർ ചെയ്തിട്ടുണ്ടാവും. കേരള എൻട്രൻസ് ആണോ അതോ വേറെ ഏതെങ്കിലും എൻട്രൻസ് ആണോ എന്നൊക്കെ ആദ്യം നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. NRIക്ക് അത് ചോദിക്കില്ല. NRIക്ക് ഈ ഒരു ഏരിയ ഫില്ല് ചെയ്യാൻ ആവശ്യം ഉണ്ടാവില്ല. ബാക്കി എല്ലാവരും ഇത് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് സേവ് കൊടുക്കാം. ഈ ലോഗിൻ പേജ് കോളേജിൻ്റെ ഒഫീഷ്യൽ ലോഗിനാണ്. ഇതിനകത്ത് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഈ പ്രൊഫൈൽ എന്നുള്ള പാർട്ടിലുള്ള കാര്യങ്ങളെല്ലാം എത്രയും വേഗം ഫില്ല് ചെയ്യുക. എനിക്ക് നാളെ രാവിലെ 10 മണിക്കുള്ളിലായിട്ട് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇന്ന് സൺഡേ ആണ്, 27 ഡിസംബർ ആണിന്ന്. നാളെ മൺഡേ 28 ഡിസംബർ 10 o'clock നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്ത് തരണം. ഇത് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഫൈനൽ നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ മാത്രമാണ് എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും വേഗം ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ട്യൂട്ടർ വഴി എന്നെ അറിയിക്കുക. അടുത്തത് ബസ് കൺസെഷൻ്റെ ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സസ് ഒന്നും ഓടുന്നില്ല, മാത്രമല്ല ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അക്കാഡമിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സബ്ജക്റ്റ്, അതിൻ്റെ ഫാക്കൽറ്റിയുടെ പേര്, നിങ്ങൾ എത്ര ക്ലാസ് അറ്റൻഡ് ചെയ്തു, ടീച്ചർമാർ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അറ്റൻഡൻസ് എത്രയാണ്, എത്ര % അറ്റൻഡൻസ് ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിലും, ഇത് നിങ്ങൾക്ക് കാണുന്ന ഒരു ഓപ്ഷനാണിത്. അതേപോലെ എക്സാംസ് ഇതുവരെ നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാവില്ല. എക്സാംസ് നടന്നു കഴിഞ്ഞാൽ ടീച്ചർമാർ മാർക്ക് എൻ്റർ ചെയ്യും. സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക്, ടെസ്റ്റിൻ്റെ മാർക്ക്, അസൈൻമെൻറ്റിൻ്റെ മാർക്ക്, ട്യൂട്ടോറിയൽ സബ്ജക്ട്സ് ആണെങ്കിൽ അതിൻ്റെ മാർക്ക്, ലാബിൻ്റെ മാർക്ക് എല്ലാം ഇവിടെ എൻ്റർ ചെയ്യുന്നുണ്ടാവും. എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്കുകൾ കാണാൻ പറ്റും. ലാസ്റ്റ് ഇൻറ്റേർണൽ മാർക്ക്, ടോട്ടലി എൻ്റർ ചെയ്തിരിക്കുന്ന മാർക്കിൽ നിന്നും അറ്റൻഡൻസിൽ നിന്നും നിങ്ങൾക്കുള്ള ഇൻറ്റേർണൽ മാർക്ക് എത്രയാണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ടീച്ചർമാർ അറ്റൻഡൻസ് എൻ്റർ ചെയ്തതിനനുസരിച്ച് ഈ പേജ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ
ഇതിന് നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ ലാഗിങ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. പിന്നെ ഇ ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോളേജിലുള്ള ഇ ബുക്സ് കുറേ ഉണ്ടാവും. ഓരോ ഏരിയയിൽ ഏത് ടൈറ്റിലാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈറ്റിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ഇ ബുക്സ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. കമ്പ്യൂട്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഇ ബുക്സും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, സ്റ്റഡി ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വരുന്നത് NPTEL വീഡിയോസാണ്. ഓരോ ഏരിയയിലുള്ള ഓരോ ഏരിയ, അതായത് ബ്രാഞ്ച് ഏതാണെന്ന് ചൂസ് ചെയ്യുക, ഏത് ഏരിയ ആണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്യുക. അതിനകത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത PDF ഫയലാണ്, ലോഡാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ NPTEL വീഡിയോസ് ഇങ്ങനെ കാണാൻ പറ്റും. ഡ്യൂട്ടി ലീവ് ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല, റെഗുലർ ക്ലാസ് തുടങ്ങിയാൽ മാത്രമേ അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടൂ. പിന്നെ ഗ്രീവൻസസ്, കോളേജിൽ എന്തെങ്കിലും ഗ്രീവൻസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്താൽ അത് കൺസേൺ ഗ്രീവൻസ് കമ്മിറ്റിക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോഗിൻ വഴി നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ നാളെ രാവിലെ 10 മണിക്കുള്ളിലായിട്ട് ചെയ്യേണ്ടത് ഈ പ്രൊഫൈലിൻ്റെ ഏരിയ കംപ്ലീറ്റ് ചെയ്യുക. പ്രൊഫൈലിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വേഗം ഫൈനലൈസ് ചെയ്ത് തരിക. താങ്ക് യു.